എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരപ്പൻ്റെ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് മഹാദേവന്റെ രൂപങ്ങളെക്കുറിച്ചും അവൻ ഭക്തനെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ആണ്. മഹാദേവന്റെ മഹത്വം പറയാൻ ഒരായുസ് പോലും മതിയാകില്ല. മഹാദേവനെക്കുറിച്ചുള്ള മറ്റു ഭാഗങ്ങളും ഉടൻ വരും. ദയവായി അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. മഹാദേവന്റെ തുടക്ക വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ മഹാദേവനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ അംശാവതാരങ്ങളെ പറ്റിയും ചെറിയ വിശദീകരണം നൽകിയിരുന്നു. ഓരോ അംശാവതാരങ്ങളെ പറ്റിയും വിശദമായി പിന്നീട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലെ പ്രസക്ത അംശാവതാരങ്ങളെ പറ്റിയുള്ള ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി കൊടുക്കുന്നു. കാലഭൈരവൻ, കാലത്തിന്റെ അധിപൻ; നടരാജൻ, പ്രപഞ്ചത്തിന്റെ സംരക്ഷകൻ; ദക്ഷിണാമൂർത്തി, പരമഗുരു; അർദ്ധനാരീശ്വരൻ, ഐക്യത്തിന്റെ പ്രതീകം; മഹാകാലൻ, കാലത്തിനും അതീതൻ; പശുപതി, ആത്മാക്കളുടെ മോചകൻ; യോഗീശ്വരൻ, യോഗയുടെ പിതാവ്; നീലകണ്ഠൻ, കരുണയുടെ പ്രതീകം; ലിംഗോത്ഭവമൂർത്തി, അനന്തതയുടെ പ്രതീകം; കിരാതമൂർത്തി, ധർമ്മത്തെ പരീക്ഷിക്കുന്നവൻ. തുടർന്ന് കാണുക. ശിവരൂപത്തിലെ പ്രത്യേകതകൾ. ഭസ്മം പൂശിയ ശരീരത്തോട് കൂടിയ ശ്മശാന സങ്കല്പം. മറ്റുള്ള ഭഗവാന്മാരിൽ നിന്നും വിഭിന്നമായി ഈ ലോകത്തിലെ ആർഭാടങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് ജടാധാരിയും ദേഹം മുഴുവൻ ഭസ്മം പൂശിയതും ശ്മശാനത്തിൽ വസിക്കുന്നവനും ആണ് എന്നാണ് സങ്കല്പം. ആന്തരികാർത്ഥം. മനുഷ്യന്റെ അവസാനം ചെല്ലുന്നത് ശ്മശാനത്തിലാണ്. വേണ്ടപ്പെട്ടവരെല്ലാം ഒരാളുടെ മരണശേഷം കർമ്മങ്ങൾ ചെയ്യുന്നു. അർത്ഥം: നിങ്ങൾ ഞങ്ങളുടെ ബന്ധങ്ങളിൽ നിന്നും മോചിതനാണ്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പിതൃലോകത്തിൽ പ്രവേശിക്കാം. അതായത് നീ ഇപ്പോൾ ഏകനാണ്. എന്നാൽ നീ ഏകനല്ല. നിനക്ക് ഏകനാകാൻ സാധിക്കില്ല. കാരണം നമ്മുടെ മഹാദേവൻ മറ്റുള്ളവരുടെ പോലെ നിന്നെയെന്നല്ല ഒരാളെയും വിഷമസന്ധിയിൽ ഒറ്റയ്ക്കാക്കി പോകുകയില്ല. നിന്റെ കൂടെ മഹാദേവനുണ്ട് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഒരു നിമിഷം മഹാദേവനെ സ്മരിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന് 3 തവണ മന്ത്രിക്കുക. കയ്യിലെ തൃശൂലം. മഹാദേവന്റെ സംരക്ഷണ സന്ദേശം. കയ്യിലെ തൃശൂലം ധരിക്കുന്ന മഹാദേവൻ ഒരു ആയുധം മാത്രമല്ല കൈവശം വയ്ക്കുന്നത്. അവൻ തൻ്റെ ഭക്തനോട് പറയുന്ന ഒരു വാക്കാണത്. ഒരിക്കലും ഭയപ്പെടേണ്ട, മഹാദേവൻ കൂടെയുണ്ട്. നീ എൻ്റെ സംരക്ഷണത്തിലാണ്. നീ ഒരിക്കലും ഭയപ്പെടേണ്ട. തൃശൂലത്തിന്റെ 3 മുനകൾ. സൃഷ്ടി, സ്ഥിതി, ലയം. തൃശൂലത്തിന്റെ 3 മുനകൾ സാധാരണ 3 കുത്തുകളല്ല, സൃഷ്ടി, സ്ഥിതി, ലയം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ 3 ശക്തികളും മഹാദേവന്റെ നിയന്ത്രണത്തിലാണ് എന്ന സത്യമാണ് അത്. ഭൂതകാലം, വർത്തമാനം, ഭാവി. ഭൂതകാലം, വർത്തമാനം, ഭാവി കാലത്തിന്റെ 3 രൂപങ്ങളും അവന്റെ കയ്യിലാണ് എന്ന ഉറപ്പ്. സത്വം, രജസം, തമസം. ജീവിതത്തെ നയിക്കുന്ന 3 ഗുണങ്ങളും സത്വം, രജസം, തമസം ശിവൻ സമതുലിതമാക്കുന്നു.
മഹാദേവൻ തൃശൂലം പിടിച്ചു നിൽക്കുന്നത് ലോകത്തെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല. ഭക്തന്റെ അജ്ഞാനം, അഹങ്കാരം, ഭയം ഇവയെ സംഹരിക്കാനാണ്. ഭക്തന്റെ ജീവിതത്തിൽ അനീതി, അധർമ്മം, അഹങ്കാരം എന്നിവ അതിക്രമിക്കുമ്പോൾ തൃശൂലം ഉയരുന്നു. പക്ഷേ ഓർക്കുക, മഹാദേവന്റെ തൃശൂലം ആദ്യം തകർപ്പിക്കുന്നത് ശത്രുക്കളെയല്ല, നമ്മളെ തന്നെ ബന്ധിക്കുന്ന ഭയങ്ങളെയും ദുർബലതകളെയും അഹങ്കാരത്തെയുമാണ്. തൃശൂലത്തിന്റെ കാവൽ. നീ വീണാലും ഞാനുണ്ട്, നീ തളർന്നാലും ഞാനുണ്ട്. നീ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന നിമിഷം, അവിടെയാണ് എൻ്റെ തൃശൂലത്തിന്റെ കാവൽ. കയ്യിലെ തൃശൂലം ഒരു ആയുധമല്ല, അത് ഒരു അഭയമുദ്രയാണ്. ഓം നമഃ ശിവായ. കാക്കത്തൊള്ളായിരം ദൈവങ്ങൾ. നല്ല ഗുരുക്കന്മാർ വളരെ കുറവാണ്. കൂടാതെ പകുതി അറിവോടുകൂടി ധാരാളം അബദ്ധധാരണകൾ പല വ്യക്തികളും പറഞ്ഞു പരത്തുന്നു, അറിയാതെയോ അറിഞ്ഞിട്ടോ. ഉദാഹരണത്തിന് കാക്കത്തൊള്ളായിരം ദൈവങ്ങൾ. പലരും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഒരു മോശം കാര്യമായി കരുതുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു ക്രെഡിറ്റ് പോലെ പറയുന്നു. ഞാൻ ദൈവവിശ്വാസിയല്ല എന്ന് പറയുന്നതിൽ കപട അഭിമാനം കൊള്ളുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ ഉണ്ട്. നീ ദൈവത്തിൽ വിശ്വസിക്കേണ്ടത് നിന്റെ മാത്രം കാര്യമല്ല, നിന്നെ കണ്ടു വളരുന്ന ഒരു തലമുറയുടെ കാര്യമാണ് എന്ന് നീ മനസ്സിലാക്കണം. ഭൂരിഭാഗം മതങ്ങളിലെയും 90% പേരും പ്രാർത്ഥിക്കുന്നതിലോ മക്കളെ ദൈവവിശ്വാസം പഠിപ്പിക്കുന്നതിനോ ഒരു മടിയും കാണിക്കുന്നില്ല. കാരണം മക്കൾ നല്ലവരായി വളരുന്നതിന് ദൈവവിശ്വാസം ആവശ്യമാണ് എന്ന് അവർക്ക് അറിയാം. ഭക്തിയിൽ വളരുന്ന കുട്ടികൾ. ഭക്തിയിൽ വളരുന്ന കുട്ടികൾ എന്നും സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് മാതാപിതാക്കളോട് താല്പര്യം കുറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഭക്തിയിൽ നിന്നും മാറി നിൽക്കുന്നതാണ്. നിരീശ്വരവാദം കൊണ്ട് എന്താണ് ഗുണം? നിരീശ്വരവാദം കൊണ്ട് എന്താണ് ഗുണം എന്ന് ചിന്തിക്കണം. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന കപട അഭിമാനം ഒഴിച്ചാൽ ഒന്നും തന്നെ അത് നിനക്ക് നൽകുന്നില്ല. ഭക്തി കൊണ്ട് പലതും നേടാൻ കഴിയും. ഭക്തി ആത്മവിശ്വാസത്തെ ദൃഢമാക്കാനും നിരാശയിൽ നിന്ന് കരകയറാനും സഹായിക്കും. പരിശ്രമിക്കാനുള്ള ആത്മവിശ്വാസം നൽകും. ചിന്തിക്കുക, നീ മരിച്ചാൽ നിന്റെ അഭിമാനവും നിന്റെ ചിന്തയും എവിടെയായിരുന്നു? നീ ജനിക്കുന്നതിന് മുമ്പ് നീ എവിടെയായിരുന്നു? ഞാൻ പോയാൽ പ്രശ്നം തീരുമോ? ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് പലതവണ ചിന്തിക്കുക. എത്ര പേർ എന്നെ കരുതി വിഷമിക്കും? ആത്മഹത്യ ചെയ്താൽ മരണശേഷം എനിക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുക? നമ്മുടെ ഹിന്ദു മതപ്രകാരം അവന് കിട്ടുന്ന ശിക്ഷാവിധികളെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നശ്വരമായ മനുഷ്യായുസ്. ഓർക്കുക, മനുഷ്യജീവിതം പരമാവധി 120 വർഷം മാത്രമേ ഉള്ളൂ. എന്നാൽ പിതൃലോകം 1000-ൽ പരം വർഷങ്ങളുണ്ട്. പിതൃലോകത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. മാത്രമല്ല, ഏറ്റവും നല്ല കാലഘട്ടവുമാണ്. പിതൃലോകത്തിലേക്ക് പ്രവേശനമില്ല. എന്നാൽ ആത്മഹത്യ ചെയ്യുന്നവർക്ക് അവിടെ പ്രവേശനമില്ല. നിന്റെ വേണ്ടപ്പെട്ടവരെ കാണാനോ അവരോട് സംസാരിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. മാത്രവുമല്ല, ദുഷ്ടശക്തികളുടെ മാരണമായ പീഡനങ്ങൾ 1000 വർഷവും നിങ്ങൾ സഹിക്കണം. അടുത്ത വീഡിയോയിൽ മഹാദേവന്റെ ചന്ദ്രക്കല, രുദ്രാക്ഷം, മാൻ എന്നിവ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വിശദമായി പറയുന്നതാണ്.
ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഏറ്റുമാനൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു.